ധന്യനായ കർത്താവിന് മഹത്വം. എല്ലാവർക്കും പ്രഭാത വന്ദനം. ആവർത്തന പുസ്തകം അതിൻ്റെ 32-ാം അധ്യായത്തിൽ നമ്മൾ ഇങ്ങനെ വായിക്കുന്നു. 32-ാം അധ്യായം 10-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ നമ്മൾ വായിക്കുന്നു: താൻ അവനെ മരുഭൂമിയിലും ഓളി കേൾക്കുന്ന ശൂന്യപ്രദേശത്തും കണ്ടു, അവനെ ചുറ്റി പരിപാലിച്ചു, കൺമണി പോലെ അവനെ സൂക്ഷിച്ചു. ദൈവത്തിന്റെ വേദന മോശ എന്ന വലിയ പ്രവാചകൻ ദൈവത്തിന്റെ അരുളപ്പാട് പ്രസ്താവിക്കുന്നതാണ് നമുക്ക് ഈ വാക്യങ്ങൾ കൂടി കാണുവാൻ. ശൂന്യപ്രദേശത്തും ഓളി കേൾക്കുന്ന സ്ഥലത്തും നിർജ്ജനദേശത്തും യാക്കോബിനെ കുറിച്ചാണ് അവിടെ തിരുവചനം വ്യക്തമാക്കുന്നത്. ഓളി കേൾക്കുന്ന ശൂന്യപ്രദേശത്ത് വെച്ച് അവനെ കണ്ട്, അവനെ കൺമണി പോലെ പരിപാലിച്ചു എന്നാണ് എഴുതിയിരിക്കുന്നത്. താഴേക്ക് വായിക്കുമ്പോൾ കഴുകൻ കൂടനക്കി തന്റെ കുഞ്ഞുങ്ങളെ പറക്കുവാൻ പരിശീലിക്കുന്ന പോലെ അവനെ പരിശീലിപ്പിച്ചു എന്ന് എഴുതിയിരിക്കുന്നു. ദൈവത്തിന്റെ പൈതലെ, ദൈവം നമ്മളെ കാക്കുന്ന കണ്ണിന്റെ കൃഷ്ണമണി പോലെ തന്നെയാണ്. ദൈവം നമ്മളെ കൺമണി പോലെ പാലിക്കുന്നത് കൊണ്ടാണ് നമ്മുടെ ശൂന്യതയിലും ഓളി കേൾക്കുന്ന ഭീഷണിയുടെ സ്വരം. ഓളി കേൾക്കുന്ന എന്ന് പറയുന്ന ആരുമില്ലാത്തൊരു വിജനപ്രദേശത്ത് കുറുക്കന്മാരും ചെന്നായ്ക്കളും മനുഷ്യഗന്ധം ദൂരെ നിന്ന് ഗ്രഹിച്ചിട്ട് ഓളിയിടുന്ന അതിനെ കുറിച്ചാണ് പറയുന്നത്. യാക്കോബേകനായി കല്ലുമായി ബഥേൽ ലൂസ് എന്ന ബഥേലിലേക്ക് എത്തപ്പെട്ട ഒരു പ്രത്യേക സന്ദർഭം നമുക്ക് കാണും. യൗവനക്കാരനെ കൊച്ചുകുഞ്ഞാണ്. അതുവരെയും അമ്മയോടൊപ്പം, അപ്പനോടൊപ്പം, വല്യപ്പനോടൊപ്പം ഭവനത്തിലായിരുന്ന യാക്കോബ് ഒരു നിമിഷം കൊണ്ട് മാറ്റപ്പെട്ടു പോയി. നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഒരു നിമിഷം കൊണ്ടാണ് വലിയ മാറ്റങ്ങൾ സംഭവിക്കുന്നത്. ഒറ്റ ദിവസം മതി, ചില മണിക്കൂറുകൾ മതി നമ്മുടെ ജീവിതം മാറി മറിയുവാൻ. ഒറ്റ നിമിഷം മതി ദൈവത്തിന്റെ പൈതലെ. നമ്മുടെ ജീവിതത്തിൽ വരുന്ന മാറ്റങ്ങളെല്ലാം ദൈവം നമ്മളെ മാറ്റിമറിക്കുന്നെല്ലാം നമ്മുടെ നന്മയ്ക്ക് വേണ്ടി മാത്രമാണെന്ന് നമ്മൾ വിശ്വസിക്കേണ്ടിയിരിക്കുന്നു. ദൈവത്തിന്റെ പൈതലെ, യാക്കോബ് ഈ ഓളി കേൾക്കുന്ന ശൂന്യപ്രദേശത്ത് ഏകനായി ഭയപ്പാടോടെ കല്ല് തലയണയായി വെച്ച് കിടന്നുറങ്ങുമ്പോൾ ദൈവത്തിന്റെ ദർശനം. ദൈവം അവനെ കൈവിട്ടില്ല കേട്ടോ. നീ എവിടെ പോയാലും യൗവനക്കാരായി യൗവനക്കാരത്തി ഏകയാണോ നീ, ഏകനാണോ നീ, പ്രിയ സഹോദര സഹോദരി ഏകയാണോ, ഏകാന്തതയാണോ നിനക്ക് കൂട്ട്? നീ ഏകനല്ല, നീ ഏകയല്ല. ദൈവത്തിന്റെ തിരുസാന്നിധ്യം നിന്നോടുകൂടെ ഉണ്ട്. ആ തിരുസാന്നിധ്യം ഗ്രഹിക്കുവാനുള്ള ആത്മശക്തി നമ്മൾ പ്രാപിക്കണം. ആത്മാവിൽ മാത്രമേ ദൈവിക സാന്നിധ്യം നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുകയുള്ളൂ. അപ്പോൾ മനുഷ്യ ആത്മാവിന്റെ മേൽ കർത്തൃത്വം ജഡം നടത്തി കഴിഞ്ഞാൽ ദൈവശബ്ദം, ദൈവ സാന്നിധ്യം നമുക്ക് അനുഭവിപ്പാൻ കഴിയുകയില്ല. നമ്മുടെ ആത്മാവിന്, അതായത് നമ്മൾക്ക് ദൈവം തന്ന ഒരു മനുഷ്യ ആത്മാവ്, ഈ ആത്മാവിന് ദൈവ സാന്നിധ്യം ഗ്രഹിക്കുവാൻ, പക്ഷെ ജഡം അതിനെ കർത്തൃത്വം ചെയ്യുന്നിടത്തോളം അത് നടക്കുകയില്ല. ജഡത്തെ കർത്തൃത്വം ചെയ്യുവാൻ ആത്മാവിന് കഴിയണം. ആത്മാവിന് കഴിയണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? വചനം എന്ന മായമില്ലാത്ത പാൽ കുടിക്കുകയും ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുമ്പോൾ ജഡത്തെ കർത്തൃത്വം ചെയ്യുവാൻ തക്കണം ആത്മാവ് ബലം പ്രാപിക്കുക. അതായത് പുറത്തെ മനുഷ്യൻ ക്ഷയിക്കുകയും അകത്തെ മനുഷ്യൻ ബലപ്പെടുകയും ചെയ്യും. അപ്പോൾ മാത്രമേ ദൈവിക സാന്നിധ്യം നമുക്ക് ഗ്രഹിക്കുവാൻ കഴിയുള്ളൂ. ഇവിടെ ആ ഭയത്തിന്റെയും ഭീതിയുടെയും മധ്യത്തിൽ നിൽക്കുമ്പോൾ ദൈവിക സാന്നിധ്യം കൊണ്ട് അവൻ ബലപ്പെട്ടവൻ ശാന്തമായി കിടന്നുറങ്ങുവാൻ്റെ കൊണ്ടിവിടെയായി കാലത്ത് അവൻ എഴുന്നേറ്റിട്ട് അവൻ തല വെച്ചിരുന്ന കല്ലെടുത്ത് തൂണായി നിർത്തൊരു നേർച്ച നേർന്നു. ദൈവത്തിന്റെ ആത്മാവ് നിന്നോട് ചോദിക്കുന്നു, ശൂന്യതയിൽ ഭയത്തിന്റെയും ഭീതിയുടെയും ആഭിചാരകന്മാരുടെയും ദുർമന്ത്രവാദികളുടെയും ശൂദ്രക്കാരുടെയും നാലാം വേദക്കാരുടെയും വെല്ലുവിളിയുടെയും ഭീഷണിയുടെയും ഭീതിയുടെയും മുമ്പിൽ നിന്ന് ഏകയായി നീ ഭയപ്പാടോട് നിന്ന ഒരു സന്ദർഭം നിന്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു എന്ന് നീ പകൽക്കാലം ഓർക്കും. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിന്നോട് ചോദിക്കുക, അന്ന് നിന്നെ കാണുകയും നിന്നെ സ്നേഹിക്കുകയും കൺമണി പോലെ നിന്നെ ചുറ്റി പരിപാലിക്കുകയും ചെയ്ത് കർത്താവ് നിന്നോട് ചോദിക്കുന്നു, നീ എന്നോട് ചെയ്ത നേർച്ചകൾ നീ ഇതുവരെ നിവർത്തിയിട്ടുണ്ടോ? നിന്റെ കാര്യം കഴിഞ്ഞ് നിന്റെ ഭീതി മാറി, നിന്റെ ഭീഷണിയാകുന്നു. ഒന്നുമില്ലായ്മയിൽ നിന്ന് ഞാൻ നിന്നെ സ്നേഹിച്ചു, നിന്നെ ഉന്നതിയിലേക്ക് നിന്നെ ഉയർത്തി. പക്ഷെ നീ എന്നോട് ചെയ്ത നേർച്ചകൾ എവിടെ? ദൈവത്തിന്റെ വേദനയിൽ ചില നേർച്ചകൾ പെൻഡിങ് ആയി കിടക്കുന്നു. നിന്റെ ജീവിതത്തിൽ വിഷമത്തിനും ദുഃഖത്തിനും ഭാരത്തിനും പ്രയാസത്തിനും ശാപത്തിനും കാരണമായിരിക്കുന്നു. പരിശുദ്ധാത്മാവ് ചൊല്ലുമ്പോൾ ദൈവത്തിന്റെ ആത്മാവ് പറയുന്നു, നീ എന്നോട് ചെയ്ത നേർച്ചകളെ നീ ഓർക്കുക, നീ ശാന്തമായി ഓർത്തു നോക്കുക. നിന്റെ ആത്മാവ് നിന്റെ ജഡത്തിന്റെ മേൽ കർത്തൃത്വം ചെയ്യുവാൻ നിന്റെ ആത്മാവിനെ നീ സഹായിക്കുക.
അപ്പോൾ നിനക്ക് ഓർമ്മ വരും, ഞാൻ എൻ്റെ കഷ്ടതയിൽ ഊള് കേൾക്കുന്ന ശൂന്യ പ്രദേശത്ത് എനിക്ക് ആരുമില്ലാതിരുന്നപ്പോൾ, ഞാൻ ഏകയായിരുന്നപ്പോൾ, ആരും എന്നെ സഹായിപ്പാനില്ലാതിരുന്നപ്പോൾ, എൻ്റെ ജീവിതത്തിന്റെ വിഷമസന്ധിയിൽ എന്നെ കാണുകയും ഓളി കേൾക്കുന്ന ശൂന്യ പ്രദേശത്ത് സകല ദുഷ്ടശക്തികളിൽ നിന്നെ വിടുവിച്ച് എന്നെ രക്ഷിക്കുകയും കൺമണി പോലെ എന്നെ പരിപാലിക്കുകയും ചെയ്ത എൻ്റെ അപ്പനോട് ഞാൻ ചെയ്ത നേർച്ചകൾ ഞാൻ ഓർക്കുന്നു. അത് നിവർത്തിപ്പാൻ ഞാൻ ഇതാ വരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് കർത്താവിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് സറണ്ടർ ചെയ്ത് കൊടുക്കും. നിന്റെ ജീവിതത്തിന്റെ 50% നീ ഇന്ന് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പ്രതിസന്ധികൾക്ക് ദൈവം ഈ ഒരൊറ്റ നിന്റെ തീരുമാനത്തോടു കൂടി വിടുതൽ